പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ഗതാഗത തിരക്ക് നിയന്ത്രിക്കുന്നതിനായി അവിടെ സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റിന്റെ കേടുപാടുകൾ തീർത്ത് പുനഃസ്ഥാപിക്കുന്നതിന് സത്വര നടപടി സ്വീകരിച്ചു. പുതിയ ക്രമീകരണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും സിഗ്നൽ ലൈറ്റ് നിർബന്ധമായും പാലിക്കണമെന്നും ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അറിയിച്ചു. പൊൻകുന്നം ഭാഗത്തു നിന്ന് ടൗണിലേക്ക് വാഹന ഗതാഗതത്തിനായി റോഡിന്റെ ഒരു വശം ബ്ലോക്ക് ചെയ്തിരുന്നത് തുറന്നു നൽകി. ഇതോടെ ഈ ലൈൻ ഉപയോഗിച്ച് വാഹനങ്ങൾക്ക് വലത്തോട്ട് സഞ്ചരിക്കാവുന്നതാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അറിയിച്ചു. നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നമ്മുടെ ട്രാഫിക് സിഗ്നൽ പോയി കിടന്നിട്ട് കുറെ നാളുകളായിരുന്നു. അത് ഫിക്സ് ചെയ്യണമെന്നും ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് എല്ലാ ദിവസവും കൂടി വരുന്നവരും അതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും ജനങ്ങളുടെ തന്നെ ഒരു ആവശ്യമായിരുന്നു. അത് കണക്കിലെടുത്ത് നമ്മൾ ട്രാഫിക് കമ്മിറ്റിയായിട്ട് സംസാരിച്ച് നമ്മളിപ്പോ ട്രാഫിക് സിഗ്നലുകൾ ഇപ്പൊ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് ഈ വഴി അടച്ചു കിടക്കുമായിരുന്നു. ഇപ്പൊ ഈ വഴി തുറന്നിട്ടുണ്ട്. അപ്പൊ പൊൻകുന്നം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് വളഞ്ഞു പോകാണ്ട് നേരെ റൈറ്റ് എടുത്ത് പോകാം. അപ്പൊ കുറെ ഫാസ്റ്റർ ആവും സിഗ്നല്. ആകെ ഒരു അഭ്യർത്ഥന ഉള്ളത് ആദ്യത്തെ ഒരാഴ്ച നല്ല ബുദ്ധിമുട്ട് കാണുമായിരിക്കും. സിഗ്നൽ ഒന്ന് പഠിച്ചു വരാൻ. ഇവിടെ സിഗ്നലുകൾ ചെറിയായിട്ട് ഫിക്സ് ചെയ്യാൻ ഇനിയും കുറച്ചുകൂടി ഉണ്ട്. അതും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഫിക്സ് ചെയ്യും. അപ്പോൾ എല്ലാവരും സിഗ്നലുകൾ എന്താ പറയുന്നത് ഫോളോ ചെയ്യണമെന്നും ക്രോസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടുന്ന് നേരെയൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ക്രോസ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് സീബ്ര ലൈനിൽ കൂടെ തന്നെ ക്രോസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു റിതമിലായി വന്നാൽ നന്നായിട്ട് തന്നെ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് കുറെ മാറും. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റിന്റെ കേടുപാടുകൾ തീർത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പുതിയ ക്രമീകരണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഈ രണ്ട് പരിഷ്കാരങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. സിഗ്നൽ ലൈറ്റ് നിർബന്ധമായും പാലിക്കണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.